നമസ്കാരം. ആസിഫ് അലി വേദിയിൽ അപമാനിക്കപ്പെട്ട സംഭവം വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കപ്പെട്ടു. താരത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ എല്ലായിടത്തു നിന്ന് തന്നെ ലഭിച്ചു. എന്നാൽ ഇതിനിടയിൽ ചിലർ അഭിപ്രായപ്പെട്ട ഒരു കാര്യം അവതാരകയുടെ ഇടപെടലാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നായിരുന്നു. വീഡിയോ കണ്ട പലരും ഈ വാദത്തോട് യോജിക്കുകയും ചെയ്തു. സംഘാടക പിഴവ് എന്ന വാദം ചർച്ചയാകുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത നൽകുകയാണ് പരിപാടിയുടെ അവതാരകയായ നടി ജുവൽ മേരി. സംഘാടകർ തനിക്ക് തന്ന ലിസ്റ്റിൽ രമേശ് നാരായണന്റെ പേരില്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പേര് വിളിച്ചതിൽ തനിക്കുണ്ടായ പിഴവ് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും നടി പറയുന്നു. ആന്തോളജി ചിത്രമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ വെച്ചായിരുന്നു ഈ വിവാദ സംഭവങ്ങളെല്ലാം നടന്നത്. സംഭവത്തെക്കുറിച്ച് നടി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ചില കാര്യങ്ങൾക്ക് വ്യക്തത തരണം. ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോടുകൂടി പങ്കുവെക്കണം എന്ന ചിന്തയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മനോരഥങ്ങൾ എന്ന പരിപാടിയുടെ ലോഞ്ചിന്റെ അവതാരക ഞാനായിരുന്നു. MD സാർ എഴുതിയ കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള 9 സിനിമകളുടെ ആന്തോളജിയാണ് മനോരഥങ്ങൾ. അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു നടന്നത്. ഒരു സിനിമയല്ല, 9 ചെറു സിനിമകളാണ്. ഈ 9 സിനിമകളുടെയും താരങ്ങൾ, സംവിധായകർ, സംഗീത സംവിധായകർ, മറ്റ് സാങ്കേതിക വിദഗ്ധർ, അങ്ങനെ പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് പേരുടെ വലിയ നിര അവിടെ ഉണ്ടായിരുന്നു. പരിപാടി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം പ്രമുഖർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല എന്നതിൻ്റെ കൃത്യതക്കുറവ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എനിക്ക് തന്ന ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു. ഇതിനിടയിൽ തന്നെ അതിനുള്ളിലുള്ള പേരുകൾ ചിലത് നീക്കം ചെയ്യപ്പെടുകയും ചേർക്കുകയും ഒക്കെ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ 1 മിനിറ്റുള്ള വീഡിയോയിൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാകില്ല. അങ്ങനെ പരിപാടി നടക്കുന്നു. ജയരാജ് സർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സർ സംഗീതം നൽകിയിരിക്കുന്നത്. ഈ 9 സിനിമകളിലെയും ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിലുള്ള എല്ലാ ആളുകളുടെയും പേരൊന്നും കാണാതെ പഠിക്കാൻ പറ്റില്ല. ലിസ്റ്റ് നോക്കി പേര് വായിക്കുകയാണ് ചെയ്യുക. ആ ലിസ്റ്റിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു. എനിക്ക് ലിസ്റ്റ് തന്ന സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണത്. പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ളവർ അത് ശ്രദ്ധിച്ചതുമില്ല. ആ ടീമിൻ്റെ കൂടെ ഇദ്ദേഹത്തെ ആരും ആ സമയത്ത് സ്റ്റേജിലേക്ക് വിളിച്ചതുമില്ല. അത് സംഘാടകരുടെ പിഴവ് തന്നെയാണ്. ആ പരിപാടിയുടെ അവതാരക എന്ന നിലയിൽ ഞാനും അതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഭയങ്കര തിരക്കുള്ള ഷോ ആയിരുന്നു അത്. ഒരുപാട് മീഡിയ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഇക്കാര്യം പെട്ടെന്നാണ് ഷോ ഡയറക്ടർ എന്നോട് സൂചിപ്പിക്കുന്നത്. ആസിഫ് അലിയെ കൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കൂ എന്ന് പറഞ്ഞ് രമേശ് നാരായണൻ സാറിനെ തനിക്ക് കാണിച്ചു തന്നെന്നും പക്ഷേ പേര് പറഞ്ഞിരുന്നില്ല എന്നും ജുവൽ പറഞ്ഞു. പേരറിയാമെങ്കിലും ആ വെപ്രാളത്തിൽ തെറ്റായി വിളിച്ചു പോവുകയായിരുന്നുവെന്നും താരം പറയുന്നു. എന്നാൽ സന്തോഷ് നാരായണൻ എന്ന അനൗൺസ് ചെയ്ത് ശേഷം 10 സെക്കൻഡിന് പോലും താമസമില്ലാതെ പേര് തിരുത്തി താൻ വീണ്ടും അനൗൺസ് ചെയ്തുവെന്നും ജുവൽ പറഞ്ഞു. ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു. എന്നാൽ ഒരു താല്പര്യവുമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേശ് ആസിഫിന് ഹസ്തദാനം പോലും നൽകിയിരുന്നില്ല. പിന്നാലെ സംവിധായകൻ ജയരാജിനെ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയ ശേഷം ഏറ്റുവാങ്ങുകയായിരുന്നു ചെയ്തത്. സദസ്സിന് നേരെ തിരിച്ചുവെച്ച് ഔദ്യോഗികമായ രീതിയിലാണ് അത് വാങ്ങുകയും ചെയ്തത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പെട്ടെന്ന് തന്നെ വൈറലായി. ഇതോടെ രമേശ് നാരായണനെതിരെ വ്യാപക വിമർശനവും ഉയർന്നു. സംഭവം വലിയ രീതിയിൽ വിവാദമായതോടെ രമേശ് നാരായണൻ മാപ്പ് പറയുകയും ചെയ്തിരുന്നു.